ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പം എനിക്ക് മുന്നിൽ ഒരു ക്യാമറ ഉണ്ടെന്നും നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സ്ക്രീനിൽ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ശരിയല്ലേ? ചുറ്റുമുള്ള താപനില, ടെമ്പറേച്ചർ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഇതിനൊക്കെ കാരണം നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ്. അത് നെർവസ് സിസ്റ്റമാണ്, നാഡി വ്യവസ്ഥയാണ്. സോ നെർവസ് സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. സോ ബ്രെയിനിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ബോഡി സൈസും ബ്രെയിനിൻ്റെ ആ ഒരു സൈസും നമ്മൾ പ്രൊപ്പോർഷനായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റു ജീവികളെക്കാൾ വലിയ ബ്രെയിൻ ആർക്ക് തന്നെയാണ്? മനുഷ്യർക്ക് തന്നെയാണ്. കമ്പയർ ടു ദി ബോഡി സൈസ്, നമ്മുടെ ബോഡി സൈസുമായിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ബ്രെയിൻ അത് മനുഷ്യർക്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഈ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ഒരാൾ സോഫ്റ്റ് ആണെങ്കിൽ അയാൾക്ക് എന്ത് വേണം? പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ട്. സോ നമ്മുടെ ബ്രെയിൻ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത് നമ്മുടെ സ്കള്ളിനകത്താണ്, ക്രേനിയം ബ്രെയിൻ ബോക്സിന് അകത്താണെന്നുള്ളൊരു പോയിന്റ് വളരെ കൃത്യമായി തന്നെ നിങ്ങൾ ഓർക്കണം. ഇനി നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ ഏകദേശം 2% ബോഡി വെയ്റ്റ് നമ്മുടെ ബ്രെയിനിനാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു അഡൽട്ട് മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ വെയ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.35 to 1.4 കിലോഗ്രാം ആയിരിക്കും തൂക്കം എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ 1/4 ഓഫ് ഓക്സിജൻ സപ്ലൈ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രെയിനാണ്. നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് അല്ലേ? 25% ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കുന്നത് ബ്രെയിനാണ്. ബ്രെയിനിന് അത്ര കണ്ട് ഓക്സിജൻ ആവശ്യമുണ്ട് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി. ബ്രെയിനിൻ്റെ കമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 80% വെള്ളമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ഈ ബ്രെയിനിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, സ്കള്ളിൽ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു, ബ്രെയിൻ ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൂടാതെ ബ്രെയിനിനെ പൊതിഞ്ഞുകൊണ്ട് അതായത് 3 പാളികളുള്ള ട്രിപ്പിൾ ലെയർഡ് മെംബ്രെയിൻ ഉണ്ട്. അതിനെ നമ്മൾ മെനിഞ്ചസ് എന്നാണ് നമ്മൾ വിളിക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 3 പാളികളാണുള്ളത്. ഏറ്റവും പുറത്ത് ഡ്യൂറ മാറ്റർ എന്ന് പറയുന്ന പാളിയാണ്. ഡ്യൂറ എന്ന് പറഞ്ഞാൽ ടഫ് എന്നാണ് അർത്ഥം, മാറ്റർ എന്ന് പറഞ്ഞാൽ മദർ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഏറ്റവും പുറത്ത് കാണപ്പെടുന്നത് ഡ്യൂറ മാറ്ററാണ്. നടുക്ക് കാണപ്പെടുന്നത് അരക്കനോയിഡ് എന്ന് പറയുന്ന മെംബ്രെയിനാണ്. അരക്കനെ എന്ന് പറയുന്നത് സ്പൈഡർ ലൈക്ക് ക്യുഷൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നടുക്കുള്ളത് ഒരു ക്യുഷനിങ് എഫക്റ്റ് ഒക്കെ കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മെംബ്രെയിനാണ്. ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ട് കാണുന്നത് പിയ മാറ്ററാണ്. പിയ മാറ്ററിന്റെ പ്രത്യേകത ധാരാളം രക്തക്കുഴലുകൾ, ബ്ലഡ് വെസൽസ് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ബ്ലഡ് ഫ്ലോ ഒക്കെ സംഭവിക്കുന്ന ഭാഗമാണ്. പിയ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ടെൻഡർ എന്നുള്ള അർത്ഥമാണ്, വളരെ ഇളയത് എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. അങ്ങനെ 3 പാളികളാണ് നമ്മുടെ തലച്ചോറിലുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ വളരെ കൃത്യമായി തന്നെ ഓർത്തു വെക്കണം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന 3 പാളികൾ, ഈ മെംബ്രെയിൻ്റെ ഇടയിലായി ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേര് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നതാണ്. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഈ ബ്രെയിനിന് മാത്രമല്ല ചുറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബ്രെയിനിന് ചുറ്റും മാത്രമുള്ള മെനിഞ്ചസിൽ മാത്രമല്ല കാണപ്പെടുന്നത്. നേരെ മറിച്ച് സ്പൈനൽ കോഡിലും, അത് ബ്രെയിനിൻ്റെ കണ്ടിന്യൂഷനായിട്ട് താഴേക്ക് വരുന്ന നമ്മുടെ നട്ടലിനകത്തോട് പാസ് ചെയ്യുന്ന സ്പൈനൽ കോഡിലും മെനിഞ്ചസ് ഉണ്ട്. സോ അവിടെയും ഈ പറഞ്ഞിരിക്കുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നു. നമ്മുടെ തലച്ചോറിനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഷോക്കിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. ബ്രെയിനിനകത്തുള്ള പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. ബ്രെയിനിന് ആവശ്യമായ ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കുന്നതിലും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു അവസരത്തിൽ ഓർമ്മിച്ചെടുക്കേണ്ടതാണ്. ഇനി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എവിടുന്ന് ഫോം ചെയ്തു? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബ്ലഡിൽ നിന്ന് ഫോം ചെയ്ത് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടുന്ന ഒരു ഫ്ലൂയിഡാണ്. കുറേ കാര്യങ്ങൾ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തു. ബ്രെയിനുമായി ബന്ധപ്പെട്ട സാധാരണ പാർട്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാറുണ്ട്, അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. ഇതുപോലുള്ള പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുന്നത് കുറവാണ്. ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ഫാക്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബയോ ഫാക്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.